പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. അവർ എങ്ങോട്ടാണോ പോകുന്നത് അവരുടെ കൂട്ടത്തിൽ നടക്കുന്ന കർത്താവിനെയാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവരെങ്ങോട്ടാണോ നടക്കുന്നത് അവരുടെ കൂട്ടത്തിൽ കർത്താവും നടക്കുകയാണ്. അപ്പം ഇത് നമുക്ക് തരുന്നൊരു സൂചനയുണ്ട്. നമ്മൾ എങ്ങോട്ടാണോ നടക്കുന്നത് അങ്ങോട്ടൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ഉദ്ധിതനായ ഈശോ മിശിഹ. നമ്മൾ എങ്ങോട്ട് നടന്നാലും, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ എങ്ങോട്ട് നടന്നാലും അവിടെ എല്ലാം നമ്മുടെ കൂട്ടത്തിൽ വരുന്നയാളാണ് മിശിഹ. അതാണ് ഇവിടെ നമുക്ക് ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ ദിവസം തന്നെ അവരിൽ, ഞാൻ വായിക്കുന്നത് 24-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവർ പോകുന്ന അങ്ങോട്ടാണ്. പോണോ വേണ്ട ഇതൊന്നും നമുക്കറിഞ്ഞുകൂടെ. അതിൽ അവർ പോകുന്ന അങ്ങോട്ടാണ്, എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര തുടർന്നു. യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെയാണ്, യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റാരുമല്ല ഈശോ മിശിഹ. നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടാണോ നമ്മൾ സഞ്ചരിക്കുന്നത്, അത് ചിലപ്പോൾ നമ്മുടെ വീടിനോടൊപ്പം ആവാം, നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരുപിടി സ്വപ്നങ്ങളുമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ചില സങ്കടങ്ങളുമായിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ യാത്ര കുറച്ച് പരാജയങ്ങളുമായിട്ടാവാം. എന്തുമാട്ടെ, നമ്മളെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്ര ഇത്രയൊക്കെയായി. ഈ യാത്ര ചെയ്യുന്ന നമ്മുടെ കൂടെ കർത്താവായ ഈശോ മിശിഹ യാത്ര ചെയ്യുന്നു എന്നാണ് സുവിശേഷം നമുക്ക് നൽകുന്ന സൂചന. അവനും അവരോടൊപ്പം യാത്ര ചെയ്തു. ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങളുടെ കൂടെ, ഈ ഇരിക്കുന്ന ആരുടെയും കൂടെ കർത്താവ് യാത്ര ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും കൂടെ കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ! ഒരുമിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ! നമ്മുടെ എല്ലാവരുടെയും കൂടെ ആര് യാത്ര ചെയ്യുന്നുണ്ട്? കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ കർത്താവ്, നിങ്ങളുടെ വീടിനോടൊപ്പം കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിത മാർഗങ്ങളോടൊപ്പം കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിനോടൊപ്പം കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം കർത്താവ് യാത്ര ചെയ്യുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ രീതിയാണ്. അവൻ അവരോടൊപ്പം യാത്ര ചെയ്തു. അവൻ അവരുടെ കൂടെ യാത്ര ചെയ്യാതിരിക്കാൻ പാടില്ല. അവരിൽ നിന്ന് അകന്നിരിക്കാൻ അവൻ അറിയില്ല. അവൻ അവരുടെ കൂടെ യാത്ര ചെയ്തു. ഹല്ലേലൂയ! അപ്പം യാത്ര ചെയ്തു. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? യേശുവും അടുത്തെത്തി, അകലെ കൂടെ ഒന്നുമല്ല, അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? 16-ാമത്തെ വാക്യം, എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് 16-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. യേശു അവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ അവനെ തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യേണ്ടത്, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവിനെ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? അല്ലെങ്കിൽ പോയി. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഈ യാത്ര? യോഹന്നാന്റെ സുവിശേഷത്തിൽ സുന്ദരമായ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ഞാൻ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യാൻ പോയതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യോഹന്നാൻ പറഞ്ഞു, സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്പം വിഷമത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു വചനമാണത്. യോഹന്നാൻ പറയുകയാണ്, നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്.
നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ വചനം എന്നെയും നിങ്ങളെയും സംബന്ധിച്ചാണോ? ഞാൻ അറിയാത്ത ഒരുവനെ കുറിച്ചാണോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിങ്ങൾ അറിയാത്ത ഒരുവനെ കുറിച്ചാണോ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കണേ? നമ്മെക്കുറിച്ച് ഈ വചനം എന്തു പറയും? സ്നാപകൻ പറഞ്ഞതാ, നിങ്ങൾ അറിയാത്ത ഒരുവൻ, നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരുവൻ, നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരുവൻ, നിങ്ങൾ ഇതുവരെയും തൊട്ടിട്ടില്ലാത്ത ഒരുവൻ, നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവനെ അറിഞ്ഞുകൊണ്ടാണോ ജീവിക്കുന്നത്? അവൻ നേരത്തെ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, അവൻ അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന അവനെ, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അവനെ ഞാൻ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവനെ അറിയാതെയാണ് നമ്മളുടെ ഈ ജീവിതമെങ്കിൽ ഈ ജീവിതം വൃഥാവിലാണ്. അവനെ അറിയാതെയാണ് നമ്മുടെ ഈ നെട്ടോട്ടമെങ്കിൽ നമ്മുടെ ഈ ജീവിതം വൃഥാവിലാണ്. അവനെ അറിയാതെയാണ് നമ്മുടെ ഈ പ്രാർത്ഥനകളെങ്കിൽ ഇത് വ്യർത്ഥമാണ്. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നമ്മൾ എത്രത്തോളം അവനെ, നമ്മുടെ കൂടെ നടക്കുന്ന ഈ കർത്താവിനെ, രാവും പകലും നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ഈ കർത്താവിനെ നമ്മൾ എത്രത്തോളം അറിഞ്ഞവരാണ് എന്ന ചോദ്യത്തിന് മുൻപിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ ആത്മശോധന ചെയ്യണം. ഞാൻ എത്രത്തോളം എൻ്റെ കർത്താവിനെ അറിഞ്ഞയാളാണ്? അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അറിയാതെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവനും നമ്മളെ അറിയുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കണം. 7:22, 7:21 മുതൽ വായിക്കണം. 7:21 ഇങ്ങനെയാണ്, കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. 22-ാമത്തെ വാക്യം, അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? നോക്കൂ, 22-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടില്ലേ? ഞങ്ങൾ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടില്ലേ? ഞങ്ങൾ നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ലേ? ഞാൻ നിന്നെ പ്രസംഗിച്ചിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് ഈ ജീവിതം എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് പറയുകയാണ്, നിന്നെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെക്കുറിച്ച് എനിക്കറിയാൻ മേല, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്ന് അവിടുന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് നിന്നെ അറിയാൻ മേല. അപ്പം നമ്മൾ പറയും, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറയും, കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ എന്തോരം പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ എവിടെയെല്ലാം ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. നിന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടാൻ വേണ്ടി ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്. മറുപടി എന്താ കർത്താവിൻ്റെ? ഒരിക്കലും ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പരാജയമായില്ലേ? അപ്പോൾ കർത്താവ് നമ്മളെ അറിഞ്ഞില്ലെങ്കിൽ, ഇപ്പൊ എന്താ കർത്താവ് അവരെ അറിയാത്തേ? പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ, ഇവിടെ വെച്ച് ഈ ലോക ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം അവനെ അറിഞ്ഞു എന്നത് അളവുകോലാണ്. ഞാൻ എത്രത്തോളം അവനെ അറിഞ്ഞു, ഞാൻ എത്രത്തോളം അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൈപ്പറ്റി എന്നല്ല, ഞാൻ എത്രത്തോളം അവനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നല്ല, ഞാൻ എത്രത്തോളം അവനോട് അപേക്ഷിച്ചു എന്നുമല്ല, ഞാൻ എത്രത്തോളം ഇവനെ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ കെട്ടിത്തൂക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ കൊല്ല ചെയ്യപ്പെട്ടവനെ,
എനിക്ക് വേണ്ടി ജനസാമാന്യത്തിന്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നിർത്തപ്പെട്ടവനെ ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമാണ് അളവുകോൽ, മറ്റൊന്നുമല്ല അളവുകോൽ. പ്രിയപ്പെട്ടവരെ, എനിക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ കിട്ടിയെന്നല്ല, ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചു എന്നല്ല, ഞാൻ എത്രത്തോളം ഇവനെ അറിഞ്ഞു എന്നതാണ് അളവുകോൽ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ എത്രത്തോളം ഈ പ്രായത്തിനുള്ളിൽ ഞാൻ എത്രത്തോളം അവനെ അറിഞ്ഞു. എന്താ അറിയുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിയുക എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ തലച്ചോറിൻ്റെ അറിവല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിവ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അനുഭവം എന്നാണ്. അനുഭവം. നമ്മൾ വായിക്കുന്നുണ്ട്, പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് അവളെ അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അറിവ് അനുഭവമാണ്. അനുഭവമാണ്. അറിവ് അനുഭവമാണ്. അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഭവിക്കുക എന്ന് മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അർത്ഥം. അല്ലാതെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെങ്കിലും വിവരങ്ങൾ അറിയുക എന്നല്ല. ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച്, എൻ്റെ പേര് ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഷാജി, നിങ്ങൾക്കൊരു അറിവ് കിട്ടി, എൻ്റെ പേര് ഷാജി എന്നാണ്, ഞാൻ ഇടുക്കി എന്നാണ് വരുന്നത്. ഓക്കെ, അവൻ ഇടുക്കിക്കാരനാണ്. ഇത് അറിവാണ്, ഇത് അനുഭവമല്ല. ഇത് അനുഭവമല്ല. എന്നെ അനുഭവിച്ചിട്ടുള്ളത് എൻ്റെ മക്കളാണ്. അവരെന്നെ അനുഭവിച്ചിട്ടുണ്ട്. അവർക്കറിയാവുന്നത് എൻ്റെ പേരല്ല, അവർക്കറിയാവുന്നത് എൻ്റെ നാടല്ല. അവർക്ക് ഇച്ചിലൂടെ അറിയാം എന്നെ. അവരുടെ അപ്പനെ അവർക്കറിയാം. അവരെന്നെ തൊട്ടിട്ടുണ്ട്, അവരെന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അവരെന്നെ തലോടിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞാനൊരു അനുഭവമാണ്. അവരെ സംബന്ധിച്ച് ഞാൻ അറിവല്ല. എൻ്റെ മക്കൾക്ക് ഞാൻ അനുഭവമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അറിവല്ല. നമ്മൾ എത്രത്തോളം അവനെ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ ഇപ്പോഴും നിൽക്കുകയാണോ? സ്നാപകൻ പറഞ്ഞത് 2000 കൊല്ലങ്ങൾക്ക് മുൻപാ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സ്നാപകൻ പറഞ്ഞു. യേശുക്രിസ്തു വന്നതിന് ശേഷം സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ഇപ്പോഴും നാം അറിയാത്ത ഒരുവനായി നമ്മുടെ മധ്യത്തിൽ നിൽക്കുകയാണോ? എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുകയാണ്, 31 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല, എനിക്കും അറിയാൻ മേലായിരുന്നു ഇവനെ. എന്നിട്ടോ, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. അടുത്ത വാക്യം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണം, 34-ാമത്തെ വാക്യം, ഞാനത് കാണുക, അതായത് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നാപകൻ ഈശോ മിശിഹായെ അനുഭവിച്ചു. സ്നാപകൻ ഈശോ മിശിഹായെ അറിഞ്ഞു. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യമാണ്. അടുത്ത ദിവസം യോഹന്നാൻ ഈ അനുഭവിച്ച സ്നാപക യോഹന്നാൻ, ഈശോയെ അനുഭവിച്ച സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപകൻ അറിയാമായിരുന്നു ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അത് കേട്ടപ്പോൾ, അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഇനിയത്തത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? യേശു തിരിഞ്ഞു നോക്കിയപ്പം 2 പേര് തൻ്റെ പിന്നാലെ വരുന്നു. യേശു തിരിഞ്ഞു നോക്കിയപ്പോൾ 2 പേര് തൻ്റെ പിന്നാലെ വരുന്നു. അന്വേഷിക്കുകയാണ് അവർ. പ്രിയപ്പെട്ടവരെ, അവർ അന്വേഷിക്കുകയാണ്. അപ്പോ ഈശോ തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കണേ? പ്രിയപ്പെട്ടവരെ, അവര് പറഞ്ഞു, റബ്ബി, അങ്ങ് എവിടെ താമസിക്കുന്നു? ഞങ്ങൾക്കറിയേണ്ടത് നീ എവിടെ താമസിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോട് കർത്താവ് നമ്മളെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ഈശോ മിശിഹ ഇന്ന് നമ്മളോട് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ എന്നാ പറയും? എൻ്റെ മകൻ എന്നാണ് കാനഡയ്ക്ക് പോകാനുള്ള വിസ? നമ്മുടെ അന്വേഷണം അവിടെ വരെയൊക്കെ ഉള്ളൂ.
നമ്മുടെ അന്വേഷണം അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഈ പറമ്പെന്ന ഒന്ന് വിറ്റ് കിട്ടണേ, അതൊന്ന് അറിഞ്ഞാൽ മതി, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ അന്വേഷണം പ്രിയപ്പെട്ടവരെ തൊലിപ്പുറത്തുള്ള അന്വേഷണങ്ങളാണ്. നമുക്കതൊക്കെ മതി. എൻ്റെ കൊച്ചിന് ഇന്ന് ജോലി കിട്ടും, കെട്ടിച്ചു വിട്ട മകക്കെന്ന് കൊച്ചുണ്ടാവും, ഇതൊക്കെ അറിഞ്ഞാൽ മതി നമുക്ക്. വേറൊന്നും നമുക്ക് അന്വേഷിക്കണ്ട പ്രിയപ്പെട്ടവർ. ഇത് തൊലിപ്പുറത്തുള്ള അന്വേഷണങ്ങളാണ്. ഈ അന്വേഷണങ്ങൾ സ്വർഗം തിരിച്ചറിയുകയില്ല. ഈ അന്വേഷണങ്ങൾ സ്വർഗം തിരിച്ചറിയുകയില്ല. നോക്കൂ, രണ്ട് പേർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോ ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരുടെ ചോദ്യം എന്താണെന്നറിയാമോ? റബ്ബി, ഗുരുവേ, അങ്ങ് എവിടെയാ താമസിക്കണേ? ഞങ്ങൾക്ക് നിന്നെ അറിഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവിയും ഭൂതവും ഒന്നും അറിയണ്ട. ഞങ്ങൾക്ക് നിന്നെ അറിഞ്ഞാൽ മതി. നീ എവിടെയാ താമസിക്കണേ? ഞങ്ങൾക്ക് അവിടെ ഒന്ന് കാണണം. ഞങ്ങൾക്ക് നിന്നെ അറിയണം, അത് മതി. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ അവനെ അറിയാൻ വേണ്ടി വന്നവർ എത്ര പേരുണ്ട്? കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോ കർത്താവിന് നമ്മുടെ ചങ്ക് കാണാം, എൻ്റെ നിങ്ങളുടെ ചങ്ക് കാണാം, ഹൃദയം കാണാം, ഹൃദയവികാരങ്ങൾ കാണാം, ഹൃദയവിചാരങ്ങൾ അറിയാം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോ ഇവിടെ അവനെ അന്വേഷിച്ച് വന്നവർ ആരുണ്ട്? ഇതാണ് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ IELTS 3 പ്രാവശ്യം തോറ്റു, അടുത്തതിന് ജയിക്കുവോ? എൻ്റെ മകൾ OET 5 പ്രാവശ്യം എഴുതി, ഇനി 6ാമത്തെ എഴുതാൻ പോവാ, ജയിക്കുവോ? പ്രിയപ്പെട്ടവരെ, ഈ അന്വേഷണങ്ങൾ സ്വർഗം ശ്രദ്ധിക്കുന്ന അന്വേഷണങ്ങൾ. ഇത്തരം അന്വേഷകരെ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നിറഞ്ഞു. ഇത്തരം അന്വേഷകരെ കൊണ്ട് നമ്മുടെ നാട് നിറഞ്ഞു. ഇവിടെ നോക്കൂ, ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ശിഷ്യന്മാർ പുറകെ വരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, റബ്ബി, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഞങ്ങൾക്കതറിഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവർ, നമ്മൾ ചോദിക്കണം, കർത്താവായ ഈശോ മിശിഹായേ, എനിക്ക് നിന്റെ സ്നേഹം അറിഞ്ഞാൽ മതി. കർത്താവായ ഈശോ മിശിഹായേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിന്റെ ആഴമൊന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. കർത്താവായ ഈശോ മിശിഹായേ, നീ എനിക്ക് വേണ്ടി രക്തം ഒഴുക്കിയതിന്റെ ആഴം അതെനിക്കൊന്ന് അറിഞ്ഞാൽ മതി. ഇത്തരം ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയരേണ്ടത്. റബ്ബി, അങ്ങ് എവിടെ താമസിക്കുന്നു? ഒരു ഭൗതിക നന്മയ്ക്കും വേണ്ടിയല്ല അവർ അവനെ അന്വേഷിച്ചത്. നമ്മുടെ അന്വേഷണങ്ങൾ നമ്മുടെ ഭൗതിക നന്മകൾ വരെ മാത്രം എത്തുന്നു എന്ന അപകടകരമായ ഒരാത്മീയത പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ വളരുന്നു. നമ്മൾ അന്വേഷിക്കുന്ന അതിനു വേണ്ടിയാണ്. നമ്മൾ അവനെ അന്വേഷിക്കുന്നത് ഇവിടെ തെല്ല് സമാധാനത്തിനും തെല്ല് ഐശ്വര്യത്തിനും, ഇവിടെ തെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി കിട്ടണം, അത്രയും മതി. ഈശോ, എനിക്ക് അത്രയും മതി. ഈശോയെ, നീ അത്രയൊക്കെ ചെയ്താൽ മതി, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തന്നാൽ മതി. ഈ അന്വേഷണം പ്രിയപ്പെട്ടവരെ സ്വർഗം ദർശിക്കുന്നതല്ല. അവർ അവനോട് പറഞ്ഞു, റബ്ബി, ഗുരുവേ, അങ്ങ് എവിടെ താമസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, അതിന് കൃത്യമായ ഒരു ഉത്തരം പോലും പറയാത്തവനാണ് ഗുരു എന്ന് ഓർക്കണം നിങ്ങൾ. ഒരാളോട് എടാ ഇയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചാ കൃത്യമായി മറുപടി പറയണ്ടേ? ഞാൻ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി 400 മീറ്റർ കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെഫ്റ്റ് കട്ട് ചെയ്ത് അതിൽ അങ്ങ് പോയാൽ ഒരു 300 മീറ്റർ കഴിയുമ്പോൾ ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റിൽ 3ാമത്തെ വീടാണ് എൻ്റെ വീട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് പറയണേ. എവിടെയാ താമസിക്കണമെന്ന് ചോദിക്കുമ്പോ നമ്മൾ ബോധമുള്ളവർ വീട് പറയണം. അങ്ങനാ. ഇയാൾ എവിടെയാ താമസിക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ ഇടുക്കി ജില്ലയില് ഇടുക്കി അണക്കെട്ടില്ലേ ചെറുതോണി, ആ ചെറുതോണി ടൗണിൽ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അങ്ങ് മാറി എൻ്റെ വീടാ. ഞാൻ അത്രയും പറയണം. അത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിച്ചേ? പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ഗുരു അതിന് മുതിരുന്നില്ല. കൃത്യമായൊരു സ്ഥലം പറഞ്ഞു കൊടുക്കണില്ല. നിങ്ങൾ എവിടെയാ താമസിച്ചേ എന്ന് ഗുരുവിനോട് ചോദിച്ച മനുഷ്യർക്ക് എക്സാക്ട് സ്പോട്ട് പറഞ്ഞു കൊടുക്കുന്നവനല്ല ഗുരു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചോദ്യങ്ങൾ കൊണ്ടല്ലോ മണി പോലെ ഉത്തരം തന്ന് നമ്മളെ വെറുതെക്കാരാക്കാൻ ഉദ്ദേശിക്കുന്നവനല്ല കർത്താവ്.
ഇടുകുടുക്ക ചോറും കറിയും എന്ന് പറയുമ്പോ കുടുക്കകത്തുനിന്ന് പലതും വീണ് നമ്മളെ തൃപ്തരാക്കാൻ ആഗ്രഹിക്കുന്നവനല്ല ഈശോ മിശിഹ. അതല്ല കർത്താവ്, അതല്ല ഈശോ. ഈശോ അവരോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഈശോ അവരോട് പറഞ്ഞു എന്താണെന്നറിയാമോ? വന്നു കാണുക. Come and see. നിങ്ങൾ വാ, വന്നിട്ട് കാണ്, നിങ്ങൾ നോക്കി കണ്ടുപിടിക്ക്, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്ക്, നിങ്ങൾ സെർച്ച് ചെയ്യ. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഈശോ മിശിഹ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വചനം സുന്ദരമാണ് കേട്ടോ. അടുത്ത വാക്യങ്ങൾ സുന്ദരമാണ്. അവൻ പറഞ്ഞു വന്ന് കാണുക. അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ചെന്ന് എന്ന് പറഞ്ഞാൽ അവരന്വേഷണം തുടങ്ങി. എവിടെയാണ് ഇവൻ താമസിക്കുന്നത്? അവരന്വേഷണം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന് വേണ്ട ക്രൈസ്തവ സമൂഹം ഈശോയെ അന്വേഷിക്കുന്ന മനുഷ്യരിവിടെ വേണം. അവർ ചെന്ന് എന്ന് പറഞ്ഞാൽ അവരന്വേഷണം തുടങ്ങി. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അവർ കണ്ടുപിടിച്ചു. അവൻ വസിക്കുന്നിടം കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ബാക്കി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉറക്കം വിളിച്ചു പറ. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും, ബാക്കി ആരെങ്കിലും ഉറക്കം വിളിച്ചു പറഞ്ഞു. അന്ന് അവനോടുകൂടി താമസിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് വിളിക്കുന്നത് അവൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവൻ്റെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റാനല്ല അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ കൂടെ താമസിക്കാനാ അവൻ ക്ഷണിക്കുന്നത്. അതിനു വേണ്ടിയാ അവൻ്റെ കൂടെ താമസിക്കാൻ. എന്താ പ്രിയപ്പെട്ടവരെ അവൻ്റെ കൂടെ താമസിക്കുക? ആഴത്തിൽ ഈശോയെ അനുഭവിച്ചറിയണം. എന്നിട്ട് അവൻ്റെ കൂടെ താമസിക്കുക? അവൻ്റെ മനോഭാവങ്ങൾ ആർജിക്കണം, അവൻ്റെ ചിന്തകൾ ആർജിക്കണം, അവൻ്റെ പെരുമാറ്റങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളാക്കണം, അവൻ്റെ ശൈലി നമ്മുടെ ശൈലിയാക്കണം. അവൻ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങണം. അവൻ എങ്ങനെ മുറിച്ച് പങ്കുവെച്ച് കൊടുത്തു അതുപോലെ കൊടുക്കാൻ തുടങ്ങണം. ഇതൊക്കെയാണ് അവനോടുകൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാതെ പ്രിയപ്പെട്ടവരെ, അവനെ എല്ലാം തരുന്ന ഒരുവനായി കാണുന്നു. നമ്മളിങ്ങനെ അല്പപ്രാണികളായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കുമ്പം അവൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ദൈവ ബന്ധത്തെ, ഈ ഒരു ദൈവ മനുഷ്യ ബന്ധത്തെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. അവന്റെ കുരിശുമരണം വരെ പ്രിയപ്പെട്ടവരെ ദൈവ മനുഷ്യ ബന്ധം അങ്ങനായിരുന്നു. അവന്റെ കുരിശുമരണത്തോടുകൂടി ലോകത്തിൽ ഒരു മനുഷ്യനും മരിച്ചപ്പോൾ സംഭവിക്കാത്ത മഹാത്ഭുതം ലോകത്തിലുണ്ടായി. ധാരാളം മഹാരഥന്മാർ മരിച്ച മണ്ണാണിത്. പക്ഷേ ഈശോ മിശിഹ എന്ന് പറയുന്ന ആ 33കാരൻ മരിച്ചപ്പോൾ ലോകത്തിൽ ഒരു മഹാത്ഭുതം നടന്നു. അത്ഭുതം എന്താണെന്നറിയാമോ? ജെറൂസലേം ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. ജെറൂസലേം ദേവാലയത്തിലെ തിരശീല, അവൻ മരിച്ച ആ മാത്രയിൽ, അവൻ മരിച്ച ആ ക്ഷണത്തിൽ ജെറൂസലേം ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ ജെറൂസലേം ദേവാലയത്തിലെ തിരശീലയുടെ അർത്ഥം? അത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ മറയ്ക്കുന്ന, മനുഷ്യന് ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ സാധിക്കാത്ത ദൈവസങ്കല്പമാണത്. ദൈവം പ്രപഞ്ചത്തിലെവിടെയോ കോണിലിരിക്കുന്ന ഒരു മഹാശക്തിയാണെന്നും ഞങ്ങൾ ഈ ഭൂമിയിൽ അലയുന്ന പാവപ്പെട്ട മനുഷ്യരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് അലറി വിളിക്കണം അവിടെ ഇരിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നൊക്കെയുള്ള ചിന്തകളാണ് ഈ ജെറൂസലേം ദേവാലയത്തിലെ തിരശീല കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, മനുഷ്യന് ദൈവവുമായി ഹൃദയബന്ധമില്ലാത്ത ഒരു ജീവിതശൈലി, മനുഷ്യന് ദൈവവുമായി ഹൃദയബന്ധമില്ലാത്ത ആ തിരശീലയാണ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചപ്പോ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്തായുടെ വിരിമാറിൽ അവൻ പിടഞ്ഞു മരിച്ചപ്പോ
കീറിപ്പോയത് ആ തിരശീലയാണ്. ഇനി ഭൂമിയിൽ ആർക്കും എവിടെ നിന്നും ദൈവത്തെ അപ്പാന്ന് വിളിക്കാം. അപ്പ ദൈവം മകനെ മകളെ എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് ഓടിയെത്തും. ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഈശോ മിശിഹ കുരിശിൽ തന്നത്. ഇവിടെ നിങ്ങൾ ഈ ഗാഗുൽത്താ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടി തിരിച്ചു പോയില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അന്ന് ജെറൂസലേം ദേവാലയത്തിൽ മനുഷ്യനും ദൈവത്തിനും മധ്യത്തിൽ കിടന്ന തിരശീല ഇന്നും നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ അധപ്പതിക്കും. ദൈവത്തെ എൻ്റെ ചാച്ച, എൻ്റെ അപ്പച്ച, എൻ്റെ ഇച്ചാച്ച എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരായിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അധപ്പതിക്കും. ഈശോ മിശിഹ നമുക്ക് നേടിത്തന്നത് ഈ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം നിങ്ങൾ എൻ്റെ ചാച്ച എന്ന് ഹൃദയം കൊണ്ട് ദൈവത്തെ വിളിച്ചാൽ ആ അപ്പൻ ഹൃദയപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തും. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗസ്ഥനായ അപ്പൻ. ഈ അപ്പനെ പരിചയപ്പെടുത്തി തന്നിട്ട് ഈ അപ്പനെ ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചിട്ടാണ് ഈശോ മിശിഹ പോയത്. ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. ഉടൻ തന്നെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ വിളിക്ക് ദൈവത്തെ, അപ്പാ, ചാച്ചാ, ഇങ്ങനെ വിളിക്ക്. പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യം നമ്മൾ ആർജിച്ചോ? നമ്മുടെ ഹൃദയത്തിൽ ഒരു മകളുടെ സ്വാതന്ത്ര്യം, ഒരു മകൻ്റെ സ്വാതന്ത്ര്യം ഈ സ്വർഗസ്ഥനായ അപ്പനോടുണ്ടോ? ഇതൊക്കെയാണ് ഈശോ മിശിഹായോട് കൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ഒരാൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 4:6 നിങ്ങൾ മക്കളായതുകൊണ്ട് അബാ, പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ 7-ാമത്തെ വാക്യം, ആകയാൽ നീ ഇനിമേൽ ദാസനല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ദാസരല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ദൈവത്തിൻ്റെ ദാസനോ ദാസിയോ അല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ദൈവത്തിൻ്റെ ബാല്യക്കാരനോ ബാല്യക്കാരിയോ അല്ല. നമുക്ക് തോന്നണം, നമുക്കത് തിരിച്ചറിയണം. ഇതാണ് ഈശോ മിശിഹായുടെ കൂടെ ഒരാൾ വസിക്കുക എന്നതിൻ്റെ അർത്ഥം അതാണ്. ഈശോയെ കണ്ടെത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഒരാൾ ഈശോയെ കണ്ടെത്തിയാൽ അയാൾക്ക് പിടികിട്ടും, ഞാൻ ഇനിമേൽ ദൈവത്തിൻ്റെ ദാസനല്ല, ദൈവത്തിൻ്റെ ദാസിയല്ല, ഞാൻ മകളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. അപ്പം നമുക്ക് ഹൃദയപൂർവ്വം അപ്പാ എന്ന് പറയാം. അപ്പാ, എനിക്ക് വേദനിക്കണു, അപ്പാ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, അപ്പാ, ഞാൻ കഷ്ടതയിലാണ്, അപ്പാ, എൻ്റെ കുഞ്ഞ് വിഷമിക്കുന്നു, അപ്പാ, എൻ്റെ ജീവിത പങ്കാളി കാണിക്കണ കണ്ടില്ലേ. പ്രിയപ്പെട്ടവരെ, ഇത് ഹൃദയം കൊണ്ട് നമ്മൾ അപ്പനോട് പറയുന്ന മക്കളുടെ നൊമ്പരങ്ങളായിട്ട് മാറും. ഈ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും ഉയരണ്ടേ? ഈ ഹൃദയബന്ധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉയരണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഹൃദയബന്ധത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അവനെ കണ്ടെത്തിയവർ അല്ല. ഇനി നമുക്ക് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അവൻ അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ ഈ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അവനെ കണ്ടെത്താൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവായ ഈശോ മിശിഹായെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന കർത്താവായ ഈശോ മിശിഹായെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈശോ മിശിഹായെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അറിയാത്തവരുടെ 4 ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈശോ മിശിഹായെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ 4 ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ലക്ഷണം പറയുന്ന ഇതാണ്, അവർ മ്ലാനവദനരായിരുന്നു എന്നാണ് ഒന്നാമത്തെ. ഈ തിരിച്ചറിയായികയാണ് നമ്മുടെ ജീവിതത്തെ പ്രിയപ്പെട്ടവരെ മ്ലാനമാക്കുന്നത്. നമ്മൾ ദുഃഖിതരാണോ? നമ്മൾ സങ്കടക്കടലിലാണോ? നമ്മൾ പോയെന്ന് വീട്ടിൽ പോയെന്ന് ചുമ്മാ കണ്ണാടി നോക്കിയാൽ മതി. ചിലരുടെ മുഖത്തേക്ക് നോക്കിയാലുണ്ടല്ലോ വ്യാകുല മാതാവിനേക്കാൾ നോക്കിയാലേ ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ
നമ്മൾ സങ്കടക്കടലിലാണ്. കാരണം എന്താണെന്നറിയാമോ? കൂടെ നടക്കുന്ന ഈശോ മിശിഹായെ തിരിച്ചറിയാൻ കഴിയാത്ത ഓരോരുത്തരെയും ഭരിക്കുന്ന ഭാവമാണ് ഈ ദുഃഖം. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ എങ്ങനെയാണ് ഉത്ഥിതന്റെ മക്കൾ ജീവിക്കേണ്ടതെന്ന് വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ ജീവിക്കണം. വെളിപാട് പുസ്തകം മുഴുവനും നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപാട് പുസ്തകം. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, വെളിപാട് 21:4, എങ്ങനെയാണ് നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്? ഉത്ഥിതനെ കണ്ടുമുട്ടിയ ക്രിസ്ത്യാനികൾ ഇവിടെ എങ്ങനെ ജീവിക്കണം? ഉത്ഥിതനെ തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികൾ ഇവിടെ എങ്ങനെ ജീവിക്കണം? വെളിപാട് 21:4 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്ന സഭ. നമ്മുടെയൊക്കെ മിഴികളിലെ കണ്ണീർ നമ്മളിപ്പോഴും കരഞ്ഞു കലങ്ങി ജീവിക്കുന്നവരാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ എന്നെ ആർക്കും വേണ്ട, എൻ്റെ കെട്ടിയവൻ എന്നെ വേണ്ട, ഞാൻ ഈ വീട്ടിൽ കിടന്ന് അധ്വാനിക്കുന്നത് ആർക്കും കാണാൻ കണ്ണില്ല, ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എൻ്റെ പെണ്ണുമുളയ്ക്കും കണ്ണില്ല, മക്കൾക്കും കണ്ണില്ല, എൻ്റെ ആരോഗ്യം മുഴുവനും ഞാൻ ഈ വീടിന് വേണ്ടി ചെലവഴിച്ചു, ഇപ്പതേ ആർക്കും വേണ്ടാത്ത കരിവേപ്പിലയായിട്ട് ഞാൻ മാറി, എൻ്റെ കൊച്ചുമക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ മരുമകൾക്ക് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. സങ്കടക്കടലിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ സങ്കടക്കടലിൽ ദുഃഖവും ഉറവിളികളുമായിട്ട് ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിനെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അനുഗ്രഹങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ, അവനെ ഇന്നുവരെ നാം കണ്ടെത്തിയിട്ടില്ല. നിങ്ങളറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ ഇപ്പോഴും അവൻ നമ്മളറിയാത്ത ഒരുവനായിട്ട് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ മതിയോ? അവനെ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ ജീവിച്ചു മരിച്ചിട്ട് എന്താ കാര്യം? അവൻ അവരോടൊപ്പം അവരുടെ അടുത്തെത്തി യാത്ര ചെയ്തു. എന്നാൽ കൂടെ നടക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഇങ്ങനെ മൂടപ്പെട്ട കണ്ണുമായിട്ട് ഇവിടെ ജീവിച്ചാൽ മതിയോ? വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു നമ്മൾ എങ്ങനെ ജീവിക്കണം. അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഈ കരച്ചിലും പിഴിച്ചിലും നിലവിളിയും ഒക്കെ, എന്നെ ആർക്കും വേണ്ട, ദൈവത്തിന് പോലും എന്നെ വേണ്ട, എൻ്റെ കാര്യം ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കണില്ല, ഇങ്ങനത്തെ നിലവിളികളും നൊമ്പരങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി, പ്രിയപ്പെട്ടവരെ, മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ച് നീക്കപ്പെട്ടവരായി നമ്മൾ ഇവിടെ ജീവിക്കുന്നതിൻ്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. അതിൻ്റെ പേരാണ്. കാരണം നമുക്കൊരു ഉത്ഥിതനുണ്ട്, അവൻ നമ്മെ അറിയുന്നുണ്ട്. അവനാണ് പറഞ്ഞത്, നിന്റെ തലമുടി നാരിഴ കറുക്കുന്നതും വെളുക്കുന്നതും ആരും ഒന്നും പറഞ്ഞില്ല. നിന്റെ തലമുടി നാരിഴ പൊഴിയുന്നത്, നിന്റെ തലയിൽ നിന്നൊരു തലമുടി നാര് പൊഴിഞ്ഞ് താഴെ വീഴുന്നത് പോലും ആരറിയുന്നു? കർത്താവായ ഈശോ മിശിഹ. പിന്നെന്തിനാ ഞാനിവിടെ കിടന്ന് വേവലാതി പിടിക്കണേ, ഞാനിവിടെ കിടന്ന് നിലവിളിക്കണേ, ഞാനിവിടെ കിടന്ന്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു കർത്താവിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഇത് പറഞ്ഞ് നിലവിളിച്ചത് ഈ കർത്താവായ ദൈവമാ. യെരമ്യാ പ്രവാചകനിലൂടെ ഇത് പറഞ്ഞ് നിലവിളിച്ചത് ഈ കർത്താവായ ദൈവമാ. എഫ്രായിം എന്റെ വത്സലപുത്രനല്ലേ, ഇതൊക്കെ പറഞ്ഞ് നിലവിളിച്ചത് ഈ ദൈവമാ, എന്റെ ഓമനക്കുട്ടൻ. പ്രിയപ്പെട്ടവർ, ഇങ്ങനൊരു ദൈവം നമുക്കുള്ളപ്പോ, ഇങ്ങനൊരു കർത്താവ് നമുക്കുള്ളപ്പോ, എന്നെ ഓമനക്കുട്ടനായി കരുതുന്ന, എന്നെ ഓമനക്കുട്ടിയായി കരുതുന്ന ഒരു കർത്താവ് നമുക്കുള്ളപ്പോ, ഈ കർത്താവിനെ നമ്മൾ അറിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണീർ വറ്റിപ്പോകും.
ഹല്ലേലൂയ. ഞാൻ എത്രത്തോളം ആഴത്തിലാണ് ഇവിടെ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നത്? ഞാൻ എത്രത്തോളം ആഴത്തിലാണ് ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കർത്താവിനെ തിരിച്ചറിയാത്ത ആളുകളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് നമ്മളിവിടെ വായിച്ചത്. അവർ മ്ലാനവദനരായിരുന്നു. അവർ മ്ലാനവദനരായിരുന്നു. അവർ മ്ലാനവദനരായിരുന്നു. നമുക്ക് സന്തോഷിക്കാൻ പറ്റണില്ല, നമുക്ക് ചിരിക്കാൻ പറ്റണില്ല, നമുക്ക് ജീവിതത്തെ ആഘോഷിക്കാൻ പറ്റണില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏറിയ 90 കൊല്ലത്തെ ജീവിതമായത്. ഈ ജീവിതം പ്രിയപ്പെട്ടവരെ, നമ്മൾ എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ അനുഭവിച്ചറിഞ്ഞിട്ട് അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നതിൻ്റെ ആനന്ദം ഇതനുഭവിച്ച് ജീവിക്കേണ്ടതിന് പകരം നമ്മളിവിടെ പ്രാഗി നേർന്ന് ജീവിക്കുകയാണ്. നമ്മളിവിടെ കരച്ചിലും പിഴിച്ചിലുമായിട്ട് ജീവിതം തീർക്കുക. നമുക്ക് ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് ആഹ്ലാദത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ കൂടെ നടക്കുന്ന കർത്താവിനെ കണ്ടിട്ടില്ല, കൂടെ നടക്കുന്ന കർത്താവിനെ തൊട്ടിട്ടില്ല. ഈ കൂടെ നടക്കുന്ന കർത്താവിനെ കാണുകയും തൊടുകയും ചെയ്യാതെ നമ്മൾ മരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോ അവൻ ചോദിക്കും, ഞാൻ നിന്നെ അറിയണില്ല, കാരണം നീ എന്നെ തൊട്ടിട്ടില്ല, ഞാൻ നിന്നെ അറിയല. എന്ത് സങ്കടമായി പോകും നമ്മുടെ ജീവിതം. അന്നാണ് കരയേണ്ടത്, ഇന്നല്ല. അന്നാണ് നമ്മൾ പൊട്ടി കരയേണ്ടത്. ഞാൻ നിന്നെ അറിയലെന്ന് സ്വർഗത്തിൽ നിന്ന് അവൻ നമ്മളോട് പറയുമ്പോ അന്നാ പ്രിയപ്പെട്ടവരെ നമ്മൾ നിലവിളിച്ച് കരയേണ്ടത്, ചങ്കുപൊട്ടി കരയേണ്ടത്, ഇന്നല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷിക്കാം. ഈ ജീവിതം ദൈവം തന്ന ഈ ജീവിതം സന്തോഷിച്ച് ജീവിക്കാൻ ഈ മനോഹര പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ ഇടം തന്നില്ലേ, പിന്നെന്തിനാ നമ്മൾ കരയണേ? നമ്മൾ പിന്നെയും കിടന്ന് പറയണത് എന്നെ ആർക്കും വേണ്ട. അപ്പൊ കർത്താവ് പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ വേണം, പിന്നെന്നാ കുഴപ്പം? അവൻ പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞില്ലേ, പിന്നെ നിനക്കെന്നാ കുഴപ്പം? നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും വിലപ്പെട്ടവനും അമൂല്യനുമായതുകൊണ്ട് നിനക്ക് പകരമായി എത്യോപ്യയും ഷേബായും ഞാൻ കൊടുത്തു. പിന്നെ കുഴപ്പം? നിനക്ക് പകരമായിട്ടല്ലേ ദൈവനെ ഈ പീഡാസഹനത്തിന് ഈ അപ്പൻ വിട്ടുകൊടുത്തത്. എനിക്ക് പകരമായിട്ട്. ഇത് എന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ, എന്നോടുള്ള പ്രിയം കൊണ്ടല്ലേ, എന്നോടുള്ള വാത്സല്യം കൊണ്ടല്ലേ. എന്നിട്ടും ഞാൻ പറയണു എന്നെ ആർക്കും വേണ്ട. ഇതെന്ത് വിരോധാഭാസമാ? നിന്നോടുള്ള സ്വർഗത്തിന്റെ വാത്സല്യം കൊണ്ട്, നിന്നോടുള്ള സ്വർഗസ്ഥനായ അപ്പന്റെ വാത്സല്യം കൊണ്ട് തന്റെ പൊന്നോമന മകനെ നിനക്ക് വേണ്ടി അവൻ മരിക്കാൻ വിട്ടുകൊടുത്തു. പോരെ, ഇതല്ലേ വാത്സല്യം? ഇതിന്റെ പേരല്ലേ വാത്സല്യം? അപ്പൊ പറയണു എന്റെ കെട്ടിയവൻ എന്നെ മൈൻഡ് ചെയ്യണില്ല, എന്റെ കൊച്ചുമക്കൾക്ക് ഞാൻ കറിവേപ്പിലയാണ്. ആയിക്കോട്ടെ, പക്ഷെ അപ്പോൾ ഇവൻ പറയും എനിക്ക് നിന്നെ വേണം, അത് മതി. അതാണ് നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടത്. എൻ്റെ അടുത്തെത്തി എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന കർത്താവ് അപ്പോഴും പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യാണ്. നമ്മൾ പറയും എൻ്റെ കൊച്ചുമക്കൾക്ക് എന്നെ പുല്ല് വിലയുള്ളൂ. അപ്പോ കൂടെ നിൽക്കണ കർത്താവ് പറയും നീ എനിക്ക് വിലപ്പെട്ടവളാണ്, അത് മതിയല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പേരാണ് ക്രൈസ്തവ ജീവിതം. ഇതാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ ദുഃഖത്തിൽ, ദുരിതത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദുഃഖപൂർണമായി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ മ്ലാനവദനരാണോ? നമ്മൾ ദുഃഖിതരാണോ? എന്തിനു ദുഃഖിക്കണം? ദുഃഖിക്കാനൊരു കാരണം പറ. ദുഃഖിക്കാനൊരു കാരണം പറ. അവനില്ലേ നമ്മുടെ കൂടെ. അപ്പൊ ഒന്നാമത്തേത്, കർത്താവിനെ തിരിച്ചറിയാത്ത മനുഷ്യരുടെ ഒന്നാമത്തെ ലക്ഷണം അവർ മ്ലാനവദനരായിരുന്നു. രണ്ടാമത്തെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തർക്കവും വാദവും വിതർക്കവും ഒക്കെ ആയിട്ടാണ് അവർ നടക്കണത്. ഒരുത്തൻ പറയണു, മറ്റവൻ തർക്കിക്കണു, അപ്പൊ ഇപ്പുറത്തവൻ വാദിക്കണു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ തർക്കവും വിതർക്കവും വാദവും വാദപ്രതിവാദവും ഒക്കെ ഉണ്ടോ? നീ പറയണ ശരിയല്ല, ഞാൻ പറയണാണ് ശരി.
മക്കൾ ശരിയല്ല, ഞാനാണ് ശരി. ഭാര്യ ശരിയല്ല, ഞാനാണ് ശരി. ഭർത്താവിന് എന്നെ കിഴങ്ങറിയാം, എനിക്കല്ലേ അറിയാവുന്നത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ തർക്കവും വിതർക്കവും വാദവും വാദപ്രതിവാദവും ഒക്കെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ കൂടെ നടക്കുന്നവനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവൻ ആരോടും തർക്കിച്ചവനല്ല. അവനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞതുപോലെ ഇങ്ങനെയാ, തെരുവീഥികളിൽ അവന്റെ സ്വരം മുഴങ്ങിക്കേട്ടില്ല. ഒരു തെരുവിൽ പോയി നിന്നും അവൻ ആരോടും തർക്കിച്ചില്ല. ഒരു തർക്കമില്ല. കൊട്ടാരത്തിൽ കൊണ്ടു നിർത്തി അവന്റെ മേൽ ചാർത്തിയ ഏറ്റവും വലിയ കുറ്റം ഇവൻ വ്യഭിചാരിയാണെന്ന. ആ 33കാരൻ ചെറുപ്പക്കാരന്റെ മേല് അവരാരോപിച്ച മഹാകുറ്റം അവൻ വ്യഭിചാരിയാണെന്ന. പ്രിയപ്പെട്ടവരെ, ആ 33കാരൻ നാക്ക് പൊക്കിയോ? ഞാൻ വ്യഭിചരിച്ച ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ കൊണ്ടുപോടാ അവളെ പറഞ്ഞോ? അവൻ നാക്ക് പൊക്കിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവനറിയാം സ്വർഗസ്ഥനായ പിതാവ് അവന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവൻ തർക്കിക്കണ്ട, അവൻ ബഹളം വെക്കണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് തർക്കം ബഹളം ഒക്കെ ആയിട്ട് നമ്മളങ്ങ് അരങ്ങു വാഴുക. ആര് തർക്കിക്കുന്നുവോ, ആര് ബഹളം വയ്ക്കുന്നുവോ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അവൻ തൻ്റെ കൂടെ നടക്കുന്ന ശാന്തശീലനും വിനീത ഹൃദയനുമായ മിശിഹായെ അവൻ കണ്ടിട്ടില്ല, അവൻ തൊട്ടിട്ടില്ല. തെരുവീഥികളിൽ അവന്റെ സ്വരം മുഴങ്ങിക്കേട്ടില്ല എന്ന് തിരുവചനം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ നമ്മൾ തൊട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബഹളക്കാർ. 14-ാമത്തെ വയസ്സില് വീട് വിട്ടിറങ്ങിയ ഒരു കൊച്ചിനെ തപ്പിപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പോലീസുകാര് അവസാനം വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ആ കൊച്ചിനെ കാണാൻ ചെന്നപ്പോ ആ കൊച്ചു പറഞ്ഞ ഏക പരാതി ഇതാ: ചേട്ടാ, ഇവിടെ ബഹളവും തർക്കമേ ഉള്ളൂ. അപ്പൻ 1 പറയും, അമ്മ 2 പറയും, അമ്മ 4 പറയും, അപ്പൻ 8 പറയും, അപ്പൻ 8 പറയും, അമ്മ 16 പറയും. ഞാൻ മടുത്തു. ആ കൊച്ചു പറഞ്ഞ ഞാൻ മടുത്തു. ഒന്നുകിൽ അപ്പനൊന്നും മിണ്ടാണ്ടിരുന്നുകൂടെ? പോട്ടെ, അപ്പനും വെളിവില്ല, എന്നാ ഈ അമ്മയ്ക്കൊന്നും മിണ്ടാണ്ടിരുന്നുകൂടെ? ആരും മിണ്ടാണ്ടിരിക്കില്ല, ആരും കീഴടങ്ങുകയല്ല. നമ്മുടെ രക്തത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. മരിക്കാൻ എനിക്ക് മനസ്സില്ല. അത് കെട്ടിയവന്റെ മുമ്പിലാണെങ്കിലും മക്കളുടെ മുമ്പിലാണെങ്കിലും തോക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ വിട്ടുതരികയില്ല. പ്രിയപ്പെട്ടവരെ, ബഹളവും തർക്കവും വാദവും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അരങ്ങ് തകർക്കുമ്പോ നമ്മൾ അറിയണം, ശാന്തശീലനും വിനീത ഹൃദയനുമായവൻ എൻ്റെ കൂടെ നടക്കുന്നവനെ ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. 2-ാമത്തെ ലക്ഷണം ഈ വാദപ്രതിവാദങ്ങളാണ്, ഈ ബഹളങ്ങളാണ്. വിട്ടുകൊടുക്കുകയല്ലെന്നേ, ആരും വിട്ടുകൊടുക്കുകയല്ല. കർത്താവ് വിട്ടുകൊടുത്തവനാ. അവൻ വിട്ടുകൊടുത്തവനാ. അവന്റെ മേൽ അവരുന്നയിച്ച ഒരാരോപണത്തിനും അവൻ മറുപടി പറയാൻ പോയില്ല. കാരണം ഈശോയ്ക്കറിയാം, എൻ്റെ അപ്പൻ എന്നെ അറിയാം. ഞാൻ വ്യഭിചാരിയല്ലെന്ന് എൻ്റെ അപ്പൻ അറിയാം. ഞാൻ സാമൂഹ്യ ദ്രോഹിയല്ലെന്ന് എൻ്റെ അപ്പൻ അറിയാം. ഞാൻ കുലദ്രോഹിയല്ലെന്ന് എൻ്റെ അപ്പൻ അറിയാം. ഇത്ര മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നിങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് അറിയാം എന്ന ബോധ്യം കൊണ്ട് നമ്മൾ ശാന്തരാവാറുണ്ടോ? സങ്കീർത്തകൻ ഇപ്രകാരം നമ്മളോട് പറഞ്ഞത്: ശാന്തമാവുക, ബി സ്റ്റിൽ, നിശ്ചലനാവുക എന്നാ പറഞ്ഞ്. എൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം വളരെ രസകരമാണ്. മലയാള വിവർത്തനത്തിൽ ശാന്തമാവുക എന്നാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ബി സ്റ്റിൽ, നിശ്ചലനാവുക. ബഹളം വേണ്ട, ഒച്ച വേണ്ട, എതിര് പറയണ്ട. ബി സ്റ്റിൽ, നിശ്ചലനാവുക. ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്, ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോ മിശിഹ വിനീത ഹൃദയനും ശാന്തശീലനും കുരിശി കിടന്നപ്പോ പോലും അവൻ നോക്കൂ, വെള്ളം മീഞ്ഞാക്കിയ കൈകളാണ് അവന്റെ കൈകൾ. ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശവശരീരത്തിന് 4-ാം പൊക്കം ജീവൻ കൊടുത്ത കൈകളാണ് അവന്റെ കൈകൾ.
മരിച്ചു കിടന്ന ബാലികയെ തലീതാക്കൂം എന്ന ഒറ്റ വാക്ക് പറഞ്ഞ് അവളെ ഉയർപ്പിച്ച കൈകളാണ് അവന്റെ കൈകൾ. കുഷ്ഠരോഗിയെ തൊട്ടപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. ആ കൈകളാണ് അവന്റെ കൈകൾ. ഈ കൈകളാണ് അവർ പിടിച്ച് കുരിശിൽ ബന്ധിച്ചിരിക്കുന്നത്. അവൻ ആ കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ മേലാഞ്ഞിട്ടാ അവൻ അവിടെ കിടന്നു, ശാന്തനായിട്ട് അവിടെ കിടന്നു. കാരണം അവനറിയാം, എൻ്റെ സ്വർഗസ്ഥനായ അപ്പൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. ഇതുപോലും എൻ്റെ അപ്പൻ അനുവദിച്ചത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതറിയാം. ഇതുകൊണ്ട് അവൻ ശാന്തനായിരുന്നു. കുരിശിൽ അവൻ ശാന്തനായിരുന്നു. അവൻ്റെ കുരിശിലെ ശാന്തത കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവര് ആ കുരിശിന്റെ ചുവട്ടിൽ റോമാ സർക്കാർ ശമ്പളം കൊടുത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ശതാധിപൻ. എന്തിനായാൾക്ക് റോമാ സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നത്? ഈ കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു എന്ന് പറയുന്ന 33-കാരൻ ചെറുപ്പക്കാരൻ കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചു എന്ന സർട്ടിഫിക്കറ്റ് എഴുതാൻ നിർത്തിയ ആളാ. അയാളുടെ പണിയതാ. മരണം വരെ തൂക്കിൽ കിടന്ന് ഇയാൾ മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് എഴുതി സർക്കാരിന് കൊടുക്കണം, എന്നാലേ യേശുവിന്റെ മരണം പൂർണ്ണമാകൂ. ഈ സർട്ടിഫിക്കറ്റ് എഴുതാൻ നിന്ന ആളാണ് അയാൾ. അയാൾ എഴുതിയ സർട്ടിഫിക്കറ്റ് എന്താ? അയാൾ യേശു മരിച്ചു എന്നല്ല സർട്ടിഫിക്കറ്റ് എഴുതിയേ. ആ 33-കാരൻ അവൻ മരിച്ചു എന്നല്ല അയാൾ എഴുതിയ സർട്ടിഫിക്കറ്റ്. അയാൾ എന്താ എഴുതിയെന്നറിയാമോ? സത്യമായും ഈ 33-കാരൻ ദൈവപുത്രനായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് അയാൾ എഴുതിയത്. എന്താ കാരണം? ഈ ശാന്തത കണ്ടപ്പം അയാൾക്ക് തോന്നി, എത്ര ശാന്തതയോടെയാണ് അയാൾ, ആ ചെറുപ്പക്കാരൻ, മരണത്തെ പോലും സ്വീകരിക്കുന്നത്. എത്ര ശാന്തതയോടെയാണ് കുരിശുമരണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വേദനയുള്ള മരണമാണ്. കാരണം ഒരാളുടെ സന്ധി ബന്ധങ്ങളെല്ലാം വലിഞ്ഞു മുറുകി അയാൾ അവിടെ കിടന്ന് ചാകണ മരണമാണ് കുരിശുമരണം. ആ മരണം പോലും ഇയാൾ എത്ര ശാന്തതയോടെ. സാധാരണ കുരിശിൽ കൊല്ലുന്നവരുടെ നാക്ക് കണ്ടിച്ചു കളയും. കാരണം കുരിശിൽ കിടക്കുമ്പോൾ വേദന മൂത്ത് കഴിയുമ്പോൾ 7 ആറ്റിൽ കുളിച്ചാൽ തീരില്ലാത്ത തരം വൃത്തികെട്ട തെറികൾ വിളിച്ചു പറയും ഈ കുരിശിൽ കിടന്ന് ചാകുന്നവര്. ഈശോ മിശിഹായുടെ നാവ് കണ്ടിച്ചില്ല. എന്നിട്ടും അവന്റെ നാവിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകളാണ് വന്നത്. പിതാവായ ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണം. എന്ത് ശാന്തമായ മരണം! ഈ ആരാച്ചാരി ഇന്നുവരെ, ഈ ശതാധിപൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഒരാൾ ഇങ്ങനെ ശാന്തതയോടെ മരിക്കുന്നത്. ആ ശാന്തത കണ്ടപ്പോ, മരണത്തിൽ ആ യുവാവ് പുലർത്തിയ ശാന്തത കണ്ടപ്പോ അയാൾ എഴുതി വെച്ചു, ഇയാൾ ദൈവപുത്രനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശാന്തത കണ്ടിട്ടാണ് ലോകം നമ്മളെ ക്രിസ്ത്യാനികളാണെന്ന് അറിയേണ്ടത്. പ്രിയ ഭാര്യമാരെ, നിങ്ങളുടെ ശാന്തത കണ്ടിട്ടാണ് ഭർത്താവിന് എൻ്റെ ഭാര്യ ക്രിസ്തുവിൻ്റെതാണെന്ന് തിരിച്ചറിവുണ്ടാകേണ്ടത്. പ്രിയ ഭർത്താവെ, അങ്ങയുടെ ശാന്തത കണ്ടിട്ടാ മക്കൾ അങ്ങ് ക്രിസ്തുവിൻ്റെതാണെന്ന് തിരിച്ചറിയേണ്ടത്. നമ്മൾ എത്രത്തോളം ശാന്തരാണ് പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ശാന്തരാണ്. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവില്ല, പ്രതിസന്ധി ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് ആരും വാഗ്ദാനം തന്നിട്ടില്ല. ജീവിതമായ പ്രശ്നം ഉണ്ടാവും, താളപ്പിഴകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആഘോഷിച്ചതുപോലെ അതാ കാണാതെ പോകലുണ്ടാവും, പ്രസവിക്കാൻ ഇടം കിട്ടാതെ വരും. ഇതൊക്കെ സംഭവിക്കുമെന്നേ. മറിയം എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പ്രസവിക്കാൻ ഇടം കിട്ടിയില്ല. ജീവിതത്തിൽ ഇങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടാവും. 12-ാമത്തെ വയസ്സിൽ മകനെ കാണാതെ പോയി. പ്രശ്നങ്ങളുണ്ടാവും, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ജീവിതം ആരും നമുക്ക് തന്നിട്ടില്ല. ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം ശാന്തരാണ്? ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ ഞാൻ എത്രത്തോളം ശാന്തമായി ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ ഞാൻ എത്രത്തോളം ശാന്തമായി ജീവിക്കുന്ന ഭർത്താവാണ്. നമുക്ക് ശാന്തതയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തർക്കവും ബഹളവും വാദപ്രതിവാദവും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിച്ച് അരങ്ങ് തകർക്കുക. അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോ മിശിഹായെ തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല. 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം, എൻ്റെ സമയമായി. 3-ാമത്തെ കാര്യം ഇതാണ്. ഈശോ അവരെ വിളിക്കുന്ന ഒരു പേരാണ് ഹൃദയം മന്ദീഭവിച്ചവരെ. ഹൃദയം മന്ദീഭവിച്ചവർ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഡിസംബർ 25 മിനിഞ്ഞാന്ന് രാത്രി മുതൽ ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഈ 29-ാം തീയതി തൃശൂർ അതിരൂപതയിലെ കത്തീഡ്രലിന്റെ വാതിൽ തുറന്ന് ഈ തൃശൂർ അതിരൂപതയിലെ മനുഷ്യർ, അത് ഞാൻ വരുന്ന ഇടുക്കി രൂപതയിൽ നമ്മളൊക്കെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. ജൂബിലി വർഷത്തിന്റെ മുഖ്യ പ്രമേയമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. പ്രത്യാശയുടെ തീർത്ഥാടകർ, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ,
കർത്താവ് അവരെ വിളിക്കുന്നത് പ്രത്യാശയില്ലാത്തവർ എന്നാണ്. ഹൃദയം മന്ദീഭവിച്ചവർ. ഇനി ശരിയാവുകയില്ല, എൻ്റെ കെട്ടിയോനെങ്കിലും ശരിയാവാൻ പോണില്ല, ഈ നാട് മുടിഞ്ഞു പോവുകയേ ഉള്ളൂ, ഈ നാട് ശരിയാവാൻ പോണില്ല, ഈ രീതിയിൽ പോയാൽ പിള്ളേരാരും രക്ഷപ്പെടുകയില്ല, അവൾ ശരിയാവാൻ പോണില്ല, അവർ ഗുണം പിടിക്കാൻ പോണില്ല, അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, നശിച്ചു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് ഹൃദയം മന്ദീഭവിച്ചവർ. ഹൃദയം മന്ദീഭവിച്ചവരുടെ ജീവിതത്തിൽ സ്വർഗത്തിന് പോലും ഇടപെടാൻ പറ്റില്ല. ഹൃദയം മന്ദീഭവിച്ചവർ. അത് ശരിയാകാൻ പോണില്ല, ഇതെങ്ങും നന്നാവൂല്ല, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, ചുമ്മാ പോയി കേൾക്കാന്നേ ഉള്ളൂ, എന്തോരം കേട്ടതാ, ചുമ്മാ പോയി കൂടാന്നേ ഉള്ളൂ, എന്തോരം കൂടിയതാ, ഇതൊന്നും ശരിയാകാൻ പോണില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് ഹൃദയം മന്ദീഭവിച്ച മനുഷ്യർ, പ്രത്യാശയില്ലാത്തവർ. മാർപ്പാപ്പ പറയുന്നത് ഈ കാലഘട്ടത്തിന് വേണ്ടത് പ്രത്യാശയുള്ള മനുഷ്യരെയാണ്. നോക്കൂ, ഈശോ മിശിഹായുടെ കൂടെ നടന്ന ഒരാൾ, 12 പേരെയാണ് ആ മനുഷ്യൻ തിരഞ്ഞെടുത്തത്, ആ 33കാരൻ തിരഞ്ഞെടുത്തത്. അതിലൊരാൾ ഒറ്റിക്കൊടുത്തു, മറ്റേയാൾ തള്ളിപ്പറഞ്ഞു. പിന്നത്തെ 10 പേരെന്ത് ചെയ്തു? അവനെ കുരിശിൽ തറയ്ക്കാൻ നേരം എല്ലാവരും ഓടിപ്പോയി, ഒരുത്തം പോലും നിന്നില്ല. ഏതോ ഒരുത്തം പമ്മി നിന്നപ്പോൾ അവനെ പിടിച്ചപ്പോൾ അവൻ്റെ തുണി പറിച്ചിട്ട് കൊടുത്തിട്ട് അവൻ ഓടിയെന്നാണ് പറഞ്ഞത്. അത്ര ദയനീയമായി പോയി. എന്നിട്ടും കർത്താവായ ഈശോ മിശിഹായുടെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. അവരെ തന്നെയാണ് ഉത്ഥാനത്തിന് ശേഷം ആരാണോ തന്നെ തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തവൻ പിന്നെ പോയി തൂങ്ങിച്ചെത്തു, പോട്ടെ, ബാക്കി 11 പേരില്ലേ, ഒന്ന് തള്ളിപ്പറഞ്ഞവനാ. പിന്നത്തെ 10 പേര് അവനെ പിടിച്ച സമയത്ത് തുണി പോലും പറിച്ചിട്ടിട്ട് ഓടിയവരാ. ഇവരെ കൊണ്ട് വല്ലതും നടക്കുവോ? പ്രിയപ്പെട്ടവരെ, അവരെയാണ്, ഈ 11 പേരെയാണ് അവൻ വീണ്ടും വിളിച്ചു കൂട്ടുന്നത്. കാരണം കർത്താവിന് പ്രത്യാശയുണ്ട്, ഇവരിലൂടെ സംഭവിക്കും, ഇവരിലൂടെയാണ് സംഭവിക്കേണ്ടത്. ഇത് കർത്താവിന്റെ പ്രത്യാശയാ. മക്കളെ കുറിച്ച് എന്ത് പ്രത്യാശയുണ്ട് മാതാപിതാക്കളെ? നമ്മൾ പറഞ്ഞ മക്കൾ പള്ളിയിൽ പോവുകയല്ല. ഈ കഴിഞ്ഞ ക്രിസ്മസ് രാത്രിക്ക് പോലും അവൻ പള്ളിയിൽ പോയില്ല, അവള് ക്രിസ്മസ് രാത്രി പള്ളിയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. ഇതുങ്ങളെ കൊണ്ടൊന്നും ഒന്നും നടക്കുകയല്ല. മക്കളെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മാതാപിതാക്കൾ, യുവജനങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പ്രത്യാശയില്ലാത്ത മനുഷ്യർ, ഇതൊക്കെ നമ്മുടെ സമൂഹം നിറഞ്ഞിരിക്കുകയാ. പ്രത്യാശയില്ലാത്തവർ. കർത്താവ് നമ്മളോട് പറയും, നമുക്ക് പ്രത്യാശയില്ലെങ്കിൽ നമ്മൾ അവനെ തിരിച്ചറിയാത്തവരാണ്. നാലാമത്തേത് ഭോഷന്മാർ. ഭോഷന്മാരെ എന്നാണ് വിളിക്കുന്നത്. ഭോഷന്മാർ. ആരാണ് ഭോഷന്മാർ? പ്രിയപ്പെട്ടവരെ, അത് മറ്റാരുമല്ല. നോക്കൂ, ഈ കുരിശുമരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് ഭോഷന്മാർ. ഈ മരണത്തിന്റെ അർത്ഥം തിരിച്ചറിയാത്തവരാണ് ഭോഷന്മാർ. അവര് നോക്കിയപ്പോ അവൻ മരിച്ചു, അവൻ പോയി, അവനെ കൊണ്ട് അടക്കവും ചെയ്തു. ആ പെണ്ണുങ്ങളാരാണ്ട് വന്ന് പറയണു അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ആർക്കറിയാം? ആവോ, ഞങ്ങളും അടുത്തു. ഭോഷന്മാരായി തീർന്നു അവർ. ഈ കുരിശുമരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ പേരാണ് ഭോഷന്മാർ. പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം ഇത് തിരിച്ചറിഞ്ഞ ആളുകളാണ്? നമ്മുടെ ജീവിതങ്ങൾക്ക് ആഴം വേണം, നമ്മുടെ ജീവിതങ്ങൾക്ക് ആത്മീയ അടിത്തറ വേണം. കാരണം പരിശുദ്ധ കത്തോലിക്ക സഭ ഭാരതത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ 2% താഴെയാ. ഈ 2% വരുന്ന പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ ജീവനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഈ ഭാരതം എന്ന് പറയുന്ന ഈ ഭൂമിയെ, ഇവിടുത്തെ മനുഷ്യരെ നമ്മൾ എങ്ങനെ രക്ഷയിലേക്ക് നയിക്കുക? നമുക്ക് ഈ കാഴ്ചയില്ലെങ്കിൽ, നമുക്ക് അവനോട് കൂടെ വസിച്ചതിൻ്റെ അനുഭവമില്ലെങ്കിൽ, നമ്മൾ അവനെ തൊട്ട അനുഭവമില്ലെങ്കിൽ, നമുക്കും അറിയാൻ മേലാത്തവനെ നമ്മൾ ആർക്കായി കൊടുക്കണേ? നമ്മൾ തൊടാത്ത ഒരുവനെ നമ്മൾ ആർക്കാ പരിചയപ്പെടുത്തി കൊടുക്കണേ? നമ്മൾ അനുഭവിക്കാത്ത ഒരാളെ നമ്മൾ ആർക്കാ കൊടുക്കണേ? പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാതകം ഇതാണ്. നമ്മളവനെ തൊടണില്ല, നമ്മളവനെ അറിയണില്ല. പ്രാർത്ഥനയുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ഒന്നിച്ചുകൂടലുകളുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ജീവിതത്തെ ആഴത്തിൽ തൊടുന്ന മനുഷ്യരുടെ എണ്ണം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കുറയുന്നു. അതുകൊണ്ട് എന്തു പറ്റുന്നു? ലോകം കൂരിരുട്ടിലാകുന്നു, നമ്മുടെ ഭാരതം കൂരിരുട്ടിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ നമുക്കിടയിൽ കേൾക്കുന്നത് തുലോം കുറവായിരിക്കുന്നു. നമ്മൾ ഉണരാത്തത് കൊണ്ട്, നമ്മൾ ഈ കർത്താവായ ഈശോ മിശിഹായെ തൊടാത്തത് കൊണ്ട്, നമ്മളിവനെ അനുഭവിക്കാത്തത് കൊണ്ട്, നമ്മളിവനെ അറിയാത്തത് കൊണ്ട്, നമ്മളിവൻ്റെ കൂടെ നടക്കുന്നവനെ നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ട്, നമ്മളിപ്പോഴും മ്ലാനവദനരായി എന്നെ ആർക്കും വേണ്ട, എനിക്കൊന്നുമില്ല,
എൻ്റെ ജീവിതത്തിലൊന്നുമില്ല, അവൻ പരമണതു, ഇവിടുത്തെ കൊച്ച് അമേരിക്കയ്ക്ക് പോയി, എൻ്റെ കൊച്ച് പാസ്സായിട്ടൊന്നും കിട്ടിയില്ല. നമ്മളിങ്ങനെ കരച്ചിലും പിഴിച്ചിലുമായിട്ട് മ്ലാനവദനരായി ജീവിക്കാൻ മാത്രമേ നമുക്കറിയൂ. നമ്മൾ ഈ തർക്കവും ബഹളമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹൃദയം മന്ദീഭവിച്ചവരായിട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുക. അവസാനം നമ്മൾ ഭോഷന്മാരായിട്ട് നമ്മൾ നടക്കുക. കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാതെ നമുക്ക് ഇച്ചിരി കൂടി അവനിലേക്ക് അടുക്കാം, അവനെ തിരിച്ചറിയാം, നമ്മുടെ കണ്ണുകൾ തുറക്കാം. അപ്പം നമ്മളിലൂടെ കർത്താവിന് ഈ പ്രപഞ്ചത്തെ, ഇരുൾ പരന്ന ഈ പ്രപഞ്ചത്തെ, സ്നേഹത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടിട്ട് വെറുപ്പിൻ്റെയും വംശീയ വിദ്വേഷങ്ങളുടെയും ഒക്കെ ഇരുട്ട് ബാധിച്ച നമ്മുടെ ഈ ഭാരത മണ്ണിനെ ഒക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഈശോയെ തൊട്ടാൽ, കൂടെ നടക്കുന്ന കർത്താവിനെ തൊട്ടാൽ, അവനെ അനുഭവിച്ചാൽ. ആമേൻ.